എന്താണ് ആരെങ്കിലും ക്യാഷ് മേടിച്ചിട്ട് നിങ്ങൾക്ക് റെൻ്റ് വെച്ചിട്ട് നമുക്ക് ഉടമ്പല തിരിച്ചു. ഓക്കെ, നിങ്ങളുടെ പേരിൽ ഫൈൻ ഉണ്ടാവും കേട്ടോ. ലൈസൻസ് എന്താണ് കേട്ടോ. വ്യക്തമായിട്ട് നമ്മൾ അറിയാവുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞാണ് ഇത് ഇല്ലീഗലാണ്, ഇത് പ്രവർത്തിക്കാൻ പാടില്ല. ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞ സാധനം പ്രവർത്തിക്കണമെങ്കിൽ നിയമപരമായിട്ട് ഇത് ടാക്സി രജിസ്ട്രേഷൻ ബൈക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ പെർമിറ്റ്, മറ്റ് കാര്യങ്ങൾ, വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ്, കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് ഇതൊക്കെ വേണമെന്ന് നമ്മൾ ഘോരമായി വാ തുറന്ന് സംസാരിച്ചപ്പം നമ്മളോട് പുച്ഛം, നമ്മൾ ഓട്ടോ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരും ഒക്കെ ഇതിനെതിരാണ്, ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, കൊള്ള ലാഭം കൊയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ, കൊള്ള ലാഭം ഉണ്ടാക്കാനൊന്നുമല്ല, ഒരു സാധനം പ്രവർത്തിക്കുമ്പോൾ മാന്യമായിട്ട് പ്രവർത്തിക്കുക. കാരണം ഇത്രയും രൂപ ടാക്സും ഇത്രയും ഇൻഷുറൻസും എടുത്ത് ഇത്രയും GPS-ൻ്റെ ഈ വർഷാവർഷമുള്ള റീചാർജും അതിൻ്റെ കൂടെ MVD മാമന്മാരും സർക്കാരും കൂടെ അണ്ണാക്കിലടിച്ച് തരുന്ന ക്ഷേമനിധി, ഈ സാമാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അടച്ച് ഭീമമായ ഒരു തുകയാണ് വർഷം ഒരു ടാക്സി വണ്ടി ടെസ്റ്റിന് കൊടുക്കുന്നത്. ഇത്രയും പൈസ സർക്കാരിൻ്റെ അണ്ണാക്കിലേക്ക് തന്നെയല്ലേ തള്ളി കൊടുക്കുന്നത്, അല്ല ഞങ്ങൾ കൊണ്ട് പുട്ടടിക്കുന്നതെന്നല്ലോ. ഇത്രയും വലിയൊരു തുക സർക്കാരിന് ടാക്സ് അടച്ചിട്ട് സർക്കാരിൻ്റെ ഖജനാവിലൂടെ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളിവിടെ സർവീസ് നടത്തുമ്പം നമ്മുടെ അടിയിൽ കൂടെ കയറി വന്നിട്ട് ഈ കാണിക്കുന്ന പരിപാടി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാന്യമായിട്ട് പ്രവർത്തിക്കുക. ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് കാറും കൊണ്ട് ഇറങ്ങിയാൽ പോരെ അങ്ങനെയാണെങ്കിൽ ടാക്സി ഓടെ നാളെ മുതൽ എന്തേ? അതിൽ നാട്ടിലിപ്പോൾ 2 ടൈപ്പ് വണ്ടികൾ വേണ്ടല്ലോ, കൊമേഴ്ഷ്യൽ വണ്ടിയും പ്രൈവറ്റ് വണ്ടിയുടെ ആവശ്യമില്ല. എല്ലാം പ്രൈവറ്റ് വണ്ടി ആക്കിയാൽ കൂടിയാൽ പോരെ. ടാക്സി വേണമെങ്കിൽ പ്രൈവറ്റ് വണ്ടി എടുക്കുക, ഇറങ്ങുക, ഓടുക. ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് എടുക്കുക, ഇറങ്ങുക, ഓടുക. അങ്ങനെ ചെയ്താൽ പോരെ. ഇതിന് താഴെ വന്നിട്ട് ഇനി ഏതൊക്കെ വാൽക്കുപ്പികൾ കമൻറ്റ് ചെയ്താലും സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പഠിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അതിനെ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ തെറ്റായിട്ടും കാണുന്ന സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് അങ്ങനെയല്ലെന്നുള്ളത് കുറച്ചൊക്കെ തിരിച്ചറിവോടുകൂടി സംസാരിക്കാൻ പഠിക്കണം. അപ്പോൾ ഇതിന് താഴെ ഇനിയും നെഗറ്റീവ് കമൻറ്റുകൾ വരികയാണെങ്കിൽ എനിക്കൊരു വിഷയമില്ല. നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങൾ ഈ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണുന്നവരെ എല്ലാ മെച്ചമാർക്കും ബൈ.